ഈ പോക്കറ്റ് ഫൈ സ്കാം ആണെന്ന് പറയാനുള്ള കാരണം നിങ്ങൾക്ക് ഇതിനു മുമ്പ് അറിയാം ഡബ്ല്യു കോയിൻ ഇതോട്ട് ഗാലക്സി പാസ് കാര്യങ്ങളൊക്കെ ഒക്ടോബർ ആ ഒരു മാസത്തിൽ ഫസ്റ്റ് തന്നെ ഇവന്മാരങ്ങനെ ചോദിച്ചു. അന്ന് വിചാരിച്ച് പിന്നെ പിറ്റേ മാസമൊക്കെ ലിസ്റ്റ് ആവും, അല്ലെങ്കിൽ ഡിസംബറിൽ ലിസ്റ്റ് ആവും. ഇവന്മാർ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്, നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് മാക്സിമം മേടിച്ചിട്ട് ഇവന്മാർ ഡിസംബർ ലിസ്റ്റിങ്, ഡിസംബർ ആയപ്പോൾ ഞങ്ങൾ ജനുവരി ലിസ്റ്റിങ്, ജനുവരി ആയപ്പോൾ ഫെബ്രുവരി ലിസ്റ്റിങ്, ഫെബ്രുവരി ആ ടൈം ആയപ്പോൾ പിന്നെ ഒരു ലിസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. ഇപ്പോഴും വന്ന് ഇന്നലെ ഒരു ടോണിൻ്റെ സംഭവങ്ങൾ, ടോൺ എന്തോ ഭയങ്കര ഇതായി എന്നൊക്കെ പറഞ്ഞ് അമ്മാർ അതിനെക്കുറിച്ച് ഇടുകയാണ്. അല്ലാതൊന്നുമില്ല. മാക്സിമം നിങ്ങളുടെ കയ്യിൽ നിന്ന് അങ്ങനെ പൈസ മേടിക്കുക, അത്രേ ഉള്ളൂ അവർ നോക്കുന്നത്. അല്ലെങ്കിൽ ഇത്ര 5 മാസം കഴിഞ്ഞിട്ട് അവർ ലിസ്റ്റ് ആക്കുന്നത്. ആ ഒരു പ്രൊജക്റ്റ് തന്നെ 1 വർഷത്തിൽ കൂടുതലായി മാക്സിമം ആളുകളുടെ കയ്യിൽ നിന്ന് മാക്സിമം പണം മേടിച്ചു. അതുകൊണ്ടാണ് പോക്കറ്റ് ഫൈ എന്ന് പറയുന്ന സംഭവം. പോക്കറ്റ് ഫൈയുടെ ഇപ്പം ഹ്യൂമൻ വേരിയേഷൻ ആണ്. ഇതിലൊരു കാര്യം എന്ന് വെച്ചാൽ 2 ദിവസം മുമ്പ് വരെ ഒരു ടോൺ 1.03 ടോണിന് $2.70 സംതിങ്ങേ ഉള്ളായിരുന്നു. ഇപ്പം അന്ന് ആരെങ്കിലുമൊക്കെ മുടക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല നഷ്ടമായിരിക്കും. എന്ന് വെച്ചാൽ ടോണിന് വിലയും കൂടി. ഇവന്മാർക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലാണ് ഇവന്മാർ മേടിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് 0.78 ടോൺ മുടക്കിയാൽ മതി. ഇപ്പം നാളെ ഇത് വാല്യൂ കൂടുമ്പോൾ 0.50 ടോൺ മുടക്കിയാൽ മതി. അങ്ങനെയൊക്കെ കാണും. അത് കാണുമ്പോൾ നിങ്ങൾ വെച്ച് കുറവൊന്നുമല്ല, ഈ ഒരു വാല്യൂ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഒരു ടോണും അത്രയൊക്കെ ഈ ഒരു 20 മില്യൺ യൂസേഴ്സ് ഉണ്ടെങ്കിൽ ഒരു 10 മില്യൺ പേര് ഇതുകൂട്ട് ചെയ്യുകയാണെങ്കിൽ, സത്യം പറഞ്ഞാൽ ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു ഹ്യൂമൻ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം, അതിനൊരു ബോട്ടിൻ്റെ ഒരു ഇത് മതിയല്ലോ. ബോട്ട് വഴി നമ്മളൊരു ടിക്ക് ചെയ്യുന്നു, അല്ല എന്തെങ്കിലും ഒരു ക്യാപ്ച അങ്ങനെ ഫില്ല് ചെയ്തിട്ട് നമ്മളിപ്പം ഒരു ഇതല്ല, നമ്മളൊരു ഹ്യൂമൻ തന്നെയാണ്. അല്ലാതെ പ്രത്യേകമായിട്ട് വേറൊരു ഡിവൈസോ അല്ലെ മൾട്ടിപ്പിളായിട്ട് ബോട്ടിങ്ങോ വല്ല ഫംഗ്ഷനോ ഒന്നും ചെയ്യുന്നതല്ലെന്ന് മനസ്സിലാക്കാൻ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. അതിനുവേണ്ടി ഒരു ടോണ് ഇത് ടോൺ തന്നാലേ, അതും വലിയൊരു എമൗണ്ട് ഉള്ള ടോണ്, ഇത്രയൊരു എമൗണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നാൾ ഈ ഒരു ടാപ്പ് ചെയ്ത് ആളുകളെല്ലാം ടാപ്പ് ചെയ്തിട്ട് അവർ വിചാരിച്ച ഒരു പൈസ പോലും മുടക്കാത്തൊരു സംഭവം അല്ലെ ബെസ്റ്റ് പ്രൊജക്റ്റ് ആണെന്നൊക്കെ വെച്ചുകൊണ്ടിരുന്നിട്ട് അവസാനം കൊണ്ട് ആ ഒരു പൈസ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ ഒരു കാശൊന്നും ഇടാൻ പറ്റില്ല. ഇതല്ലാതെ ടാപ്പ് ചെയ്തവരുണ്ട്. ഇപ്പോൾ ഇൻഫ്ലുവൻസർമാർ അമ്മമാർ ഭയങ്കരമായിട്ട് ഇത് ചെയ്യും. ഇത് ഭയങ്കര എല്ലാത്തിനും പൊക്കും. ഈ ബ്ലം അത് കൂട്ടായിരുന്നു, പൊക്കി ഇപ്പം ആ ഒരു അനക്കം പോലും ഇല്ല. പിന്നെ കാര്യം എന്തൊക്കെ പറഞ്ഞാൽ അമസ്റ്റർ പൈസയൊന്നും മേടിച്ചില്ലെന്നുള്ള ഇതേ ഉള്ളായിരുന്നു. അതും വേസ്റ്റ് തന്നെ ആയിരുന്നു. പിന്നെ ഏറ്റവും ഈ ടെലിഗ്രാമിൻ്റെ പ്രൊജക്റ്റുകൾ ആ ഒരു നോട്ട് കോയിനും ഡോക്സും മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ എല്ലാവർക്കും പ്രോഫിറ്റ് കൊടുത്തത്. അല്ലാതെ എല്ലാ 99% ഇപ്പോൾ ടോമ വന്നപ്പോൾ അറിയാമായിരിക്കും എല്ലാ സ്കാം ആയിരുന്നു. അതുകൊണ്ട് ഇവന്മാർ നിങ്ങളുടെ കയ്യിൽ നിന്ന് മാക്സിമം കാശ് അങ്ങനെ മേടിക്കുക, അത് മാത്രമേ നോക്കുന്നുള്ളൂ. അല്ലാതെ ഇവർക്ക് നിങ്ങൾക്ക് വലിയ രീതിയിൽ തരണമൊന്നുമില്ല. നിങ്ങൾ ഈ ഒരു കാശ് മുടക്കുന്നതിൻ്റെ ഒരു രൂപ പോലും തിരിച്ച് കിട്ടാനൊന്നും പോകുന്നില്ല. എന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ കാശില്ലാത്തവരെന്ത് ചെയ്യും, അവരത്രയും കഷ്ടപ്പെട്ട് അവരുടെ സമയം മെനക്കെട്ടിട്ട് ഇവർ ഈ ഒരു അക്കൗണ്ട് വെരിഫൈഡ് അല്ലെന്ന് പറയുമ്പോൾ ഇത് കിട്ടാതിരിക്കുന്ന ഒരു പരിപാടിയല്ലേ. അതൊക്കെ എല്ലാവരും ആലോചിക്കുക. അല്ലാതെ കുറേ ഇൻഫ്ലുവൻസർമാരുണ്ട്, അല്ലെങ്കിൽ കുറേ എണ്ണം ഇതുകൂട്ട് ടെലിഗ്രാമിൻ്റെ കുറേ എണ്ണം പൊക്കി പിടിച്ചുകൊണ്ട് നമ്മുടെ ലാംഗ്വേജ് ആയാലും മറ്റു ലാംഗ്വേജ് ആയാലും എല്ലാവരും വീഡിയോ ഇടും, പൊക്കി പിടിക്കും. എന്നിട്ട് അമ്മാർക്ക് റെഫറൽ വഴി കിട്ടിയാൽ മതി. ബാക്കിയുള്ളവർ ഇതുമായിട്ട് ടൈമൊക്കെ വേസ്റ്റ് ചെയ്യുന്നവർ ഒരുപാടുണ്ടല്ലോ. അവരുടെ വാല്യൂകൾ നമ്മൾ നോക്കുക. അല്ല നിങ്ങളൊന്നും ദയവ് ചെയ്ത് ഇതിലൊന്നും പൈസയൊന്നും ഇടല്ലേ ദയവ് ചെയ്ത്. ഇത് ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ട് വെറുതെ ഈ ടോണും കൊടുത്തിട്ട് നിങ്ങൾ ഇവന്മാർ ഇപ്പം ഡബ്ല്യു കോയിൻ പോലെ ആയിരിക്കും. ഇത് 5-6 മാസം കഴിഞ്ഞായിരിക്കും ഞങ്ങൾ ലിസ്റ്റിങ് ചെയ്യുമെന്ന് തന്നെ അറിയത്തില്ല. ഇതുകൂട്ട് തന്നെ നീട്ടിപ്പോവും. ഇപ്പം ഡബ്ല്യു കോയിൻ തന്നെ 5 മാസം കഴിഞ്ഞ് ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല. അതുകൂട്ട് തന്നെ ആയിരിക്കും ഇതെന്ന് വെച്ചാൽ അമ്മമാരും വിചാരിച്ചാൽ എന്തായാലും പൈസ ഇത്ര ആളുകളല്ലേ, അപ്പോൾ മാക്സിമം എത്ര കാശ് കളക്ട് ചെയ്യുക, അത് കാരണം മെയിനായിട്ട് നോക്കുന്ന ആ ഒരു ലക്ഷ്യം അത്രയേ ഉള്ളൂ. അല്ല ടെലിഗ്രാം ഈ ടോൺ വലിയ സംഭവമാണെന്നൊന്നും പറയരുത്. ടോണൊക്കെ വളരെ വേസ്റ്റാണ്. അതിലും നല്ല പ്രൊജക്റ്റുകൾ സൂയി പോലെ ആപ്റ്റോസ് ഇതൊക്കെ അതിനെക്കാട്ടി നല്ല ബ്ലോക്ക് ചെയിൻ ആണ്. ഈ ഒരു ടോൺ ഇപ്പോൾ ഇന്നലെ എന്തോ ഫ്രാൻസിൽ നിന്ന് അയാൾ ദുബായിലേക്ക് വന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എഫക്റ്റ് അനുസരിച്ച് ഇത് പോയതാന്ന് പറഞ്ഞാൽ അതിലൊന്നും ഇനിയിപ്പം കയറിയൊന്നും ഫ്യൂച്ചർ ട്രോഡൊന്നും ചെയ്യില്ല. നിങ്ങളെ മൊത്തത്തിലുള്ള കാശ് ചിലപ്പോൾ പോവും, ചിലപ്പം ഒന്നുകൂടെ കിട്ടും, അത്രേ ഉള്ളൂ. അല്ല പോക്കറ്റ് ഫൈ അല്ലാതെ വലിയ സംഭവമൊന്നുമല്ല. ഈ ഹ്യൂമൻ വേരിയേഷൻ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ആവശ്യമില്ല. ഇത് പിന്നെ പൈസ മേടിക്കാനുള്ള സംഭവം ഏതൊരാൾക്കും അറിയാം. പിന്നെ അറിയാത്ത ഒരുപാട് പേരുണ്ട്, കഷ്ടപ്പെട്ട് ചെയ്യുന്നവരുണ്ട്, അവർക്കൊരു കാശ് പോലും കാണില്ല ഇടാൻ. അപ്പം ഇവന്മാർ മാക്സിമം എന്താ ചെയ്യുന്നത് ആർക്കറിയാം. മാക്സിമം ആളുകൾ കൂട്ടുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം.